ഇവിടെ നിന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ റോഡ് കാണാനുണ്ട്. സാധിക്കണ്ട ലോറിയൊക്കെ പോകുന്നുണ്ടോ. കിൻഫ്ര പാർക്ക് ഇതാ ഈ ഒരു വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അത് ഇവിടെ നിന്ന് കിൻഫ്ര പാർക്കിൻ്റെ ആ ഒരു ഹോർഡിങ് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്രോക്കറേജ് ഇല്ലാതെ ഡയറക്റ്റ് ഓണർ സെയിലിന് താല്പര്യമുണ്ടോ? എങ്കിലിതാ ഞങ്ങളുടെ കയ്യിൽ ഒരു യൂസ്ഡ് വീട് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് ചന്തവിള ബൈപ്പാസിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് NH വെറും 2 കിലോമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് കിൻഫ്ര പാർക്ക് ബൈപ്പാസിലിരിക്കുന്ന ആ ഒരു പാർക്കിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 300 മീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് നടന്ന് കിൻഫ്ര പാർക്കിലേക്ക് ജോലിക്ക് തന്നെ പോകാനായിട്ട് സാധിക്കും. 1,50,00,000 രൂപയായിരുന്നു ഈ വീടിന് ഒരു മതിപ്പുണ്ടാവുക. എന്നാൽ 1,12,00,000 രൂപയ്ക്ക് വിത്തൗട്ട് കമ്മീഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു റേറ്റും നെഗോഷ്യബിൾ ആണ്. അതുമാത്രമല്ല ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത് നമ്മുടെ ബൈപ്പാസ് ആണ് കേട്ടോ. വലിയ ബൈപ്പാസ് ആണ്. സോ അത്രയും ഈസിയാണ്, പ്രോക്സിമിറ്റി വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. 2,550 സ്ക്വയർ ഫീറ്റിൽ 5.5 സെൻറ്റിൽ ചെയ്തിരിക്കുന്ന ഈ വീടിന് ഒരു കാർ പോർച്ച് ഉണ്ട്. അതുപോലെ ഇവിടെ ഗേറ്റ് ഇവർ കൊടുത്തിട്ടില്ല. റെഡ് ബ്രിക്കിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതൊരു യൂസ്ഡ് വീടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ പെയിൻ്റൊക്കെ അടിപ്പിച്ചെടുത്താൽ വളരെ കുട്ടപ്പനായിട്ട് നമുക്ക് ഈ വീടിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെയും വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുഴുവൻ റെഡ് ബ്രിക്കിൽ ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ എത്ര വീടാണുള്ളത് ഗൈസ്. ടൈൽ വർക്ക് അല്ലാതെ ഗ്രാനൈറ്റിലും മാർബിളിലൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് മുഴുവൻ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇത് ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഈ കാണുന്ന ഫർണിച്ചറുകളെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു ബിൽഡർ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ടീക്കിലാണ്. അതും നല്ല കട്ടിയുള്ള ഡോറാണ് കേട്ടോ. പിടിച്ചാലൊന്നും ആന പിടിച്ചാൽ കുലുങ്ങില്ല, അത്രയ്ക്ക് കട്ടിയുള്ളൊരു ഡോറാണ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വന്നു. ഈ ഒരു ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ വെളിയിൽ ഭയങ്കര ചൂടായിരുന്നു. ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കാരണം റെഡ് ബ്രിക്കിലാണ് ഈ വീട് ചെയ്തിരുന്നത്. മിക്ക വീടുകളും ഇപ്പോൾ സിമെൻറ്റ് ബ്ലോക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ചൂടുള്ള ഒരു സംഭവമാണ് സിമെൻറ്റ് ബ്ലോക്ക്. പക്ഷേ ഇവിടെ ഈ റെഡ് ബ്രിക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. ഈ കാണുന്ന സോഫ സെറ്റും ചേർത്തിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ഇവർ ഇതിനോടൊപ്പം വിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലിവിങ് സ്പേസ് കണ്ടു കഴിഞ്ഞു. ഇനി നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ തന്നെ GMൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിഗാർഡിൻ്റെ വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ TV യൂണിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് RIKയുടെ ആണ് കേട്ടോ. RIKയുടെ TV യൂണിറ്റാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫാനുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ലൈറ്റ്സ് ഒന്നും ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, കുറേയൊക്കെ ഓഫാണ്. ഫുൾ ഇട്ടാൽ നല്ല പ്രകാശമാണ്. അതുപോലെ ലിവിങ് നമ്മൾ പരിചയപ്പെട്ടു. ഡൈനിങ്ങിലും സോഫ സെറ്റുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവാൻ കോട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതും ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ 13-12 സൈസിന് മേലെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ബെഡ്റൂം സ്പേസ് മാത്രം വിത്തൗട്ട് ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ. ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇത് വലിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള 3 ബെഡ്റൂമിലും വലിയ ബാത്റൂമുകളാണ് ഇവരുടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ തൊട്ട് മുന്നേ വാഷ് ഏരിയ നോക്കാം. വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ മിററോട് കൂടിയിട്ടുള്ള വാഷ് ബേസിൻ. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ടീക്ക് പാനലിംഗ് ആണ് കേട്ടോ. മുഴുവൻ ടീക്കാണ്. ഈ കാണുന്ന തടികളൊന്നും വേറെ ഒരു മരങ്ങളും അല്ല, എല്ലാം ടീക്കാണ്. ഈ കാണുന്നതൊക്കെ ടീക്കാണ് കേട്ടോ. അങ്ങനെ വാഷ് ബേസിൻ നമ്മൾ കണ്ടു. ഇനി മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് കാണാം. അതിന് മുന്നേ നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. കിച്ചൺ RIKയുടെ ഇൻറ്റീരിയേഴ്സ് സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വുഡുകളൊക്കെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള വുഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഫ്രിഡ്ജും കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാഷ് ബേസിന് നോക്കിയ വലിയൊരു വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നേരെ നോക്കിയ ഒരു സ്റ്റോർ റൂം, ഒരു വർക്ക് ഏരിയ സ്പേസ് കാണാം. അതും ടീക്ക് വുഡിലാണ് അവിടുത്തെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ തിരിച്ചു വരുമ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതും ടീക്ക് വുഡിലാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളൊക്കെ ഈ ഒരു സൈഡിൽ ഒരു ഡൈനിങ് ടേബിളുണ്ട്. അപ്പോൾ പോരാത്തതിന് വേറൊരു ഡൈനിങ് ടേബിൾ ഈ ഒരു വശത്ത് കാണാം. ഒരു ബുക്ക് ഷെൽഫ് പോലെ സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എൻട്രി ചെയ്യാണ്. ഈ കയറുന്ന പടികളെല്ലാം ടീക്കിൻ്റെ പാനലിംഗ് ആണ് കേട്ടോ. ഇവിടെ എത്ര പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായിട്ട് വീട് വെച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ആരെങ്കിലുമൊക്കെ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കുറേ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യും. ആ ഒരു കോംപ്രമൈസിങ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. മുഴുവനെ അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്തിട്ടുള്ളത്. ഇതിവിടുത്തെ രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ നിലയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ ഇവരിപ്പോൾ താമസിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇത് ഫുൾ ഒരു ക്യാബിനാണ് കേട്ടോ. വാർഡ്രോബ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ കാണാം വലിയൊരു ബാത്റൂം സ്പേസാണ്.
നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതെല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. AC കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇത് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ അകത്ത് അവരുടെ സാധനങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അത് കാണിക്കുന്നില്ല. നിങ്ങൾ കാണാനായിട്ട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കത് തുറന്ന് കാണാവുന്നതാണ്. ഇത് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഇതും സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് കാണുമ്പോൾ തന്നെ കൊതിയാണ് കേട്ടോ. ഇവിടെ ഗ്രാനൈറ്റിലൊക്കെ ചെയ്ത വീടുകളൊക്കെ കണ്ടിട്ടൊക്കെ എത്ര നാളെ. വാർഡ്രോബുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതും എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി ഇതൊന്ന് മുകളിലേക്ക് പോകാം. അവിടെ ഒരു യൂട്ടിലിറ്റി റൂമാണ്. അതും സ്റ്റെയർകേസ് മുഴുവൻ ചെയ്തിരിക്കുന്ന ടീക്ക് വുഡിലാണ്. അപ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എന്തുമാത്രം കോസ്റ്റ് ഈ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അവിടെയും പർഗോളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാവുന്നതാണ്. സോ ഗൈസ്, ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്ക് നമ്മൾ വരികയാണ്. ബാൽക്കണി സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഫുള്ളി ഗ്ലാസ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അങ്ങനെയൊന്നും കൊടുത്തില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ റോഡ് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, താഴെ നിന്ന് നമുക്ക് റോഡ് കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ NH കാണാനായിട്ട്, ബൈപ്പാസ് കാണാനായിട്ട് സാധിക്കട്ടെ. ലോറിയൊക്കെ പോകുന്നുണ്ടോ. കിൻഫ്ര പാർക്ക് ഈ ഒരു വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അത് ഇവിടെ നിന്നാൽ കിൻഫ്ര പാർക്കിൻ്റെ ആ ഒരു ഹോർഡിങ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കണ്ടില്ലേ കിൻഫ്ര എന്ന് എഴുതിക്കുന്നത്. സോ അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു വീടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എത്രയാണ് റേറ്റ് ഉണ്ടാവുക എന്നുള്ളത്. 5.5 സെൻറ്റിൽ 2550 സ്ക്വയർ ഫീറ്റ് റെഡ് ബ്രിക്ക് മുഴുവൻ ടീക്ക് വുഡിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 1.5 കോടി രൂപ വരുന്ന ഒരു വീടാണ്. ഇവർ ആസ്ക് ചെയ്യുന്നത് ആക്ച്വലി 1.12 ആണ്. ആ ഒരു റേറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യാനായിട്ട്, അതായത് ബയറും സെല്ലറും തമ്മിൽ ഡീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുക. പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.